നമസ്കാരം. VCB ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രാകേഷ് കയ്യാർ. ആദ്യം പ്രധാന വാർത്തകൾ. ഡിവൈഎഫ്ഐ പ്രവർത്തകനായിരുന്ന കുമ്പളങ്ങാട് CT ബിജുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ RSS പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി. തൃശൂർ 3ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിലെ 9 പ്രതികളും കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. ശിക്ഷ വെള്ളിയാഴ്ച വിധിക്കും. പാലക്കാട് കുളപ്പള്ളി പാതയിൽ കിഴക്കേത്തോടിന് കുറുകെയുള്ള പുതിയ പാലത്തിന്റെ നിർമ്മാണം വീണ്ടും പ്രതിസന്ധിയിൽ. വേനൽക്കാലം മുഴുവൻ ഇഴഞ്ഞു നീങ്ങിയ പദ്ധതി സജീവമായപ്പോഴേക്കും മഴയെത്തി. ഇനി തോട്ടിലെ ഒഴുക്ക് കുറയാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനാവില്ല. ജില്ലയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുക, പ്രധാന പാതകളുടെ നിർമ്മാണത്തിലെ മെല്ലപ്പോക്കും അപാകതയും പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി രാജേന്ദ്രൻ ആരംഗത്ത് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പണം തിരികെ കൊടുക്കുക, കരുവന്നൂർ കള്ളപ്പണം വെളുപ്പിച്ച K രാധാകൃഷ്ണൻ MP രാജിവെക്കുക തുടങ്ങിയ മുദ്രാവാക്യം ഉയർത്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചേലക്കര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ MP ഓഫീസിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവാദങ്ങൾക്ക് ശേഷം കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറി തുടങ്ങി. KSRTC ബസ്സുകൾ ഉൾപ്പെടെയുള്ള ബസ്സുകളാണ് സ്റ്റാൻഡിൽ കയറിയത്. കുറെ കാലമായി കുളപ്പള്ളി ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ കയറിയിരുന്നില്ല.